അപ്പോൾ XL6 യൂസ് ചെയ്യുന്ന ഒരു ചേട്ടനെ കിട്ടുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് അഖിൽ. അഖിൽ, എത്ര നാളായി വണ്ടി യൂസ് ചെയ്യുന്നു? ഞാൻ 2020 വാങ്ങിയ വണ്ടിയാണ്. 2020 വാങ്ങിയാണ്? 2020. ഓക്കെ, തൊഴിൽക്കാരനാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ഇപ്പോൾ 4 വർഷമായിട്ട് ഒരുപാട് ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാറുള്ളതാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു NRI ആണ്. പക്ഷെ ഞാൻ വെക്കേഷനിൽ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ വരുന്നതാണ്. ഓക്കെ. വരുമ്പോഴെല്ലാം ഓരോ ട്രിപ്പ് ഗോവ, കുടജാതി, അങ്ങനെ നമ്മൾ ഓരോ ലോങ് പോകുന്നതാണ്. തമിഴ്നാട്, കർണാടക എല്ലാം ലോങ് പോകുന്നതാണ്. ഓക്കെ. യാത്രാ സൗകര്യം നമുക്ക് അത് കമൻറ്റബിൾ തന്നെയാണ്. നല്ല രീതിയിൽ യാത്രാ സൗകര്യം കൊള്ളാം. പിന്നെ നമുക്ക് ഫാമിലി ഒരു 7 പേർക്ക് സുഖമായിട്ട് പോവാം. XL6 6 പേർക്കാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഒരാളും കൂടെ പുറകിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാനൊക്കെ പറ്റും. പക്ഷെ 6 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാം. അതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ക്യാപ്റ്റൻ സീറ്റാണ്. 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ അടിപൊളിയാണ്. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതും കമ്പനി പറയുന്ന ഒരു മൈലേജ് നമ്മുടെ ഈ റോഡിൽ ഒരിക്കലും കിട്ടില്ല. നമ്മുടെ ഈ റോഡിന്റെ പ്രശ്നമാണ്, നമ്മുടെ ഈ റോഡിന്റെയും നമ്മുടെ ഈ ട്രാഫിക്കിന്റെയും പ്രശ്നമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ആൽഫ മോഡൽ. മൈലേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12 കിലോമീറ്റർ 13 കിലോമീറ്റർ 12 കിലോമീറ്റർ കൂട്ടിയാൽ മതി. 12 കൂട്ടിയാൽ മതി. ലോങ് ട്രിപ്പിൽ 12 കിലോമീറ്റർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്താണ് സർവീസ് കോസ്റ്റ്, അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർവീസ് കോസ്റ്റ് വലിയ സർവീസ് കോസ്റ്റ് വരുന്നില്ല. ഏകദേശം ഒരു 5,500 6,000 റേഞ്ചിനുള്ളിലാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. എങ്ങനെയാണ് ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ? ഡിക്കി സ്പേസ് 200 ലിറ്റർ ആണ് നമ്മൾ 3 റോയും ഉപയോഗിച്ചാൽ. അപ്പൊ നമ്മൾ ഒരു ഡ്രോ നമുക്ക് മടക്കി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 പേര് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു റോ മടക്കി ഇട്ടാൽ ആവശ്യത്തിലധികം. പിന്നെ ഇടുക്കിക്കാരൊക്കെ ആകുമ്പോൾ അത്യാവശ്യം റബ്ബറും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, കുറച്ച് ഷീറ്റൊക്കെ കയറ്റി അങ്ങ് പോകണേ അങ്ങ് പോവാം. 19 കിലോ അങ്ങ് കയറിക്കോളും. മാരുതിയുടെ വണ്ടിയാണ്. ഒരുപാട് യൂസർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നു, നിങ്ങൾ സേഫ്റ്റിനെ കുറിച്ച് എന്താ ആൾക്കാരോട് ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് കൺസിഡർ ചെയ്തിട്ട്? ഈ വണ്ടിയിൽ നമുക്ക് നിലവിൽ 2 ABS ഉണ്ട്, 2 എയർ ബാഗ്. ഫ്രണ്ട് പാസഞ്ചർക്കും കോ പാസഞ്ചർക്കും 2 എയർ ബാഗ് ഉണ്ട്. അത് നമ്മൾ ആ സമയത്ത് അത്രത്തോളം സേഫ്റ്റി കൺസേൺ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മളൊരു കുട്ടിയും കൂടെ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു. ഇപ്പം ടാറ്റ ഈ റേറ്റിൽ ഏകദേശം വരുന്ന ടാറ്റയുടെ വണ്ടികൾക്കെല്ലാം 4 എയർ ബാഗ് 5 എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ എയർ ബാഗ് സിസ്റ്റവും കുറച്ച് അഡ്വാൻസ് സേഫ്റ്റി ഫീച്ചേഴ്സ് വേണം എന്നൊരു ആഗ്രഹമുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. കാണുന്ന വ്യൂവേഴ്സിനോട് പുതിയ XL6 എടുക്കണോ വേണ്ടോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? നമുക്ക് അത് ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ്. നമ്മളൊരു 15 lakhsനുള്ളിൽ ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും കിട്ടണം എന്നാണെങ്കിൽ നമുക്ക് XL6 നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു യാത്രാ കംഫോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടെന്നാണ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ പുതിയൊരു XL6ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണേ, കുറച്ചും കൂടെ മൈലേജ് കിട്ടും. പിന്നെ കംഫോർട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇന്നോവയിൽ കിട്ടുന്ന ഒരു കംഫോർട്ട് നമുക്ക് കിട്ടിയിരിക്കും, അതിലൊരു ഗ്യാരണ്ടിയാണ്.